കർത്താവിന്റെ ദിവ്യമേറിയ നാമം ഈ അനുഗ്രഹിക്കപ്പെട്ടതല്ല പ്രസാദത്തിൽ വാഴ്ത്തപ്പെടട്ടെ. വിശ്വസ്തനായ ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവ പാദപീഠത്തിൽ ആഗ്രഹിച്ച് ആശ്രയിച്ചായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ധന്യനായ ഏകാധിപതിയായ ക്രിസ്തു യേശുവിന്റെ ശ്രേഷ്ഠ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയാണ്. ജീവിതത്തിന്റെ പ്രാരാബ്ധങ്ങളുടെ മധ്യേ, ജീവിതത്തിന്റെ യാത്രാവേളകളുടെ മധ്യേ എവിടെയെങ്കിലും ഒരു കോണിൽ ദൈവത്തിന്റെ പദ്ധതികളിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും ഒരു തിരിഞ്ഞു നോക്ക് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. ഈ ഉപവാസങ്ങൾ, പ്രാർത്ഥനകളൊക്കെ തിരിഞ്ഞു നോക്കുന്നതിൽ അനുഗ്രഹങ്ങളിലേക്ക് നടത്തുമെന്ന് എത്ര പേർക്കൊരു വിശ്വാസമുണ്ട്. നാം നമ്മെ തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുന്നതിന്, നമ്മുടെ കർത്താവിലേക്ക് കുറച്ചുകൂടി ഒന്ന് അടുക്കുന്നതിന് ഉപവാസങ്ങളൊക്കെ ഒരു അനുഗ്രഹമായി തീരട്ടെ. യാഗം നല്ലതാണ്. ദൈവത്തിന്റെ വചനം അനുഗ്രഹമാണ്. ദൈവനാമത്തിന് ഏറ്റവും നല്ലത് കൊടുക്കുന്നതും അനുഗ്രഹമാണ്. എന്നാൽ ഈ പ്രഭാത ദൈവനെ ഓർപ്പിച്ച ഒരു ചിന്തയുണ്ട്. 1 ശമൂവേൽ ചാപ്റ്റർ 15, 1 ശമൂവേൽ 15 അധ്യായം അതിന്റെ 22-23 വാക്യങ്ങൾ. ശമൂവേൽ പറഞ്ഞത്, യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നത് പോലെ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും യഹോവയ്ക്ക് പ്രസാദമാകും. ഇതാ, അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. മത്സരം, ആഭിചാര ദോഷം പോലെയും ശാഠ്യം, മിഥ്യാപൂജയും വിഗ്രഹാരാധനയും പോലെയുമാകുന്നു. നീയോ യഹോവയുടെ വചനത്തെ തള്ളിക്കളഞ്ഞതുകൊണ്ട് അവൻ നിന്നെയും രാജസന്നിധിയിൽ നിന്നും തള്ളിക്കളഞ്ഞിരിക്കുന്നു. വേദനാജനകമായ ഒരു സംഭവ ബഹുലമായ വിഷയമാണ് ഇവിടെ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പശ്ചാത്തലം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതിന്റെ ചരിത്രം നമുക്കറിയാം. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിനല്ലാതെ മാനുഷിക തെരഞ്ഞെടുപ്പിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാവരെക്കാളും മുഖമുള്ള, എല്ലാവരെക്കാൾ സൗന്ദര്യമുള്ള, എല്ലാവരെക്കാൾ ആരോഗ്യമുള്ള ഒരു യൗവനക്കാരനായിരുന്നു ശൗൽ. കഴിഞ്ഞ രാത്രിയിൽ നാം ദൈവത്തിന്റെ ദൂത് ശ്രദ്ധിക്കുമ്പോൾ ദൈവാത്മാവ് ഇങ്ങനെ സംസാരിപ്പാനിടയായി. എനിക്ക് ഓർമ്മയുണ്ട്, ആ പ്രാർത്ഥനാമധ്യേ ദൈവം അറിയിച്ചു, ആ അപ്പന്റെ നഷ്ടപ്പെട്ട കഴുതയെ അന്വേഷിച്ച് കീസ് എന്ന മനുഷ്യനായ ധനികന്റെ കഴുതകളെ അന്വേഷിച്ച് വീട്ടിൽ നിന്ന് പുറപ്പെട്ടവൻ തിരികെ ചെല്ലുന്നത് നിയോഗവുമായിട്ടായിരുന്നു. എന്തായിരുന്നു നിയോഗം? നിയോഗം, ദൈവം അവനെ തിരഞ്ഞെടുത്തു, ദൈവം അവനെ ആക്കി വെച്ചു. ഒരു യോഗ്യതയുമില്ലാത്ത ശൗലിനെ ദൈവം പിടിച്ച് രാജസന്നിധിയിൽ ഇരുത്തി. എന്തിനു വേണ്ടി രാജസന്നിധിയിൽ ഇരുത്തി? ഇസ്രായേൽ ജനത്തിനൊരു രാജാവ് ആവശ്യമെന്നവർ പറഞ്ഞതുകൊണ്ട് അവിടെ ഇരുത്തി. ഇരുത്തപ്പെട്ട ആ ശൗൽ ഏതാണ്ട് 30 പരം വർഷം ദൈവത്തെ, 40 പരം വർഷം അടുത്ത് ദൈവത്തെ സേവിച്ചു. എന്നാൽ ആദ്യത്തെ 10 വർഷം ദൈവത്തിന്റെ കൃപയിലും ബാക്കി 30 വർഷം അവൻ ദൈവത്തിന്റെ അനുസരണത്തിൽ തികവില്ലാത്തവനായും കാലം കഴിച്ചു. അവസാനം അമാലേക്കരുടെ കൈകൊണ്ട് വഴിയിൽ പട്ടുപോയി കുന്തം കയറി മരിച്ചു. ഒരു കാര്യം നമുക്ക് വായിക്കുവാൻ കഴിയുന്നുണ്ട്. ആത്മഹത്യയുടെ വക്കിലാണ് ആ മനുഷ്യൻ മരിക്കുന്നത്. ദൈവത്തിന് വേണ്ടി ശക്തമായി ഉപയോഗിക്കപ്പെട്ട രാജാവ്, ദൈവനാമത്തിന് വേണ്ടി ശക്തനായി നിന്ന ആ മനുഷ്യൻ, എന്താണ് ആ മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു ഫാൾട്ട്? ദൈവം വലിയ തെറ്റായി കണ്ടു. എന്താണ്? ഇവനെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ ദൈവം അവനോട് പറഞ്ഞൊരു വാക്കുണ്ട്, ശൗലേ, ഞാൻ നിന്നെ രാജസന്നിധിയിൽ കൊണ്ടുവന്നു. ഒന്നുമില്ലാത്ത സ്ഥാനത്ത് നിന്ന് നിന്റെ കുടുംബത്തിൽ, ബെന്യാമിന്റെ കുടുംബത്തിൽ, ഏറ്റവും ചെറിയ കുടുംബത്തിൽ, ഏറ്റവും ചെറിയ വീട്ടിൽ, ഏറ്റവും എളിയവനായ മനുഷ്യനായ നിന്നെ ഞാൻ തിരഞ്ഞെടുത്ത് ഇസ്രായേൽ 1-ാം സ്ഥാനത്ത് കൊണ്ടുവന്നു. ഞാൻ 1-ാം സ്ഥാനത്ത് കൊണ്ടുവന്നതിന്റെ പിന്നിൽ ഒരു കാര്യമുണ്ട് മോനെ. നീ നിന്നെ കൊണ്ട് ചെയ്യുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ലാത്തൊരു വലിയ കാര്യം നീ ചെയ്യുകയാണ്. അത് അമാലേക്കരെന്ന ശപിക്കപ്പെട്ട ദേശനിവാസികളെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നിർമൂലനം ചെയ്ത് കളയണം. അവർ യുദ്ധത്തിന് വരാൻ ചാൻസ് ഉണ്ട്. അവർ യുദ്ധത്തിന് വന്നാൽ നീ അവരെ തോൽപ്പിക്കണം. തോൽപ്പിച്ച് അവരുടെ മേൽ ജയമെടുത്ത് അവർക്കുള്ള ഒന്നും മിച്ചം വരുത്താതെ അവർക്കുള്ള എല്ലാത്തിനെയും നീ തീ കൊണ്ട് നശിപ്പിച്ച് കളയണം. എന്നാൽ ശൗലിന് വലിയ തെറ്റ് സംഭവിച്ചു. അവനെ കേട്ട വാക്കുപോലൊക്കെ ചെയ്തുവെങ്കിലും ആടുമാടുകളും ഫലഭൂയിഷ്ഠമായ വിത്തും നന്മയും
സ്വർണവും വെള്ളിയും അതുപോലെ തന്നെ തടിച്ചു കൊഴുത്ത മാംസളമായ മൃഗങ്ങളെയൊക്കെ കണ്ടപ്പോൾ അതിനെ കൊല്ലണ്ട എന്ന് വിചാരിച്ച് അതിനെ ഇങ്ങ് കൊണ്ടുപോകുന്നു. ചിലത് ദൈവസന്നിധിയിൽ ആലയത്തിലെത്തിച്ചു യാഗം കഴിക്കാൻ. മറ്റ് ഒരു കാര്യം കൂടി അവൻ ചെയ്തു. ആ രാജാവിനെ കൊല്ലാതെ രാജാവിനെ പിടിച്ചുകൊണ്ടുവന്നു ഇസ്രായേലിനെ കൊണ്ട് നിർത്തി. കാരണം എല്ലാവരുടെ മുമ്പിൽ അതൊരു ക്രെഡിറ്റ് ആയിട്ടും ഒരു പ്രശംസയായിട്ടും കണ്ടു. പക്ഷെ ഈ രണ്ട് കാര്യം ഒരു രാത്രി ദൈവം ശോഭനെ അറിയിച്ചു. ശോഭന ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്: കാളയുടെ മുക്കറയും ഈ കേൾക്കുന്ന വല്ലാത്ത ആരവാരവും എന്താണ്? അപ്പോൾ അത് പറഞ്ഞ്, ദൈവത്തിന് വേണ്ടി ഞാൻ ഇതെല്ലാം പിടിച്ചോട്ട് വന്നു. ഒറ്റ വാക്ക് ശോഭന ചോദിച്ചു, ഞാൻ നിന്നോട് നശിപ്പിക്കണമെന്ന് പറഞ്ഞാൽ നീ നശിപ്പിച്ചോ? അവൻ പറഞ്ഞു, യെസ്, ഞാൻ എല്ലാം നശിപ്പിച്ചു. ദൈവം ചോദിച്ചു, പിന്നെ ഇതെന്താണ്? അപ്പൊ പറയാൻ, ദൈവത്തിന് വേണ്ടി കൊണ്ടുവന്നതാണ്. ഒരു കാര്യമുണ്ട്, ദൈവത്തിന് വേണ്ടാത്തത് ദൈവത്തിന് വേണ്ടി കൊണ്ടുവരരുത്. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത വിഷയങ്ങളെ നാം അവോയ്ഡ് ചെയ്യണം. ദൈവത്തിന് ഹിതമുള്ളത് മാത്രം നമ്മുടെ കൂടെ ചേർന്ന് പറ്റാവൂ. ദൈവത്തിന് ഹിതമില്ലാത്തത് കയ്യിൽ വെച്ചുകൊണ്ട് ആരാധിപ്പാൻ കഴിയത്തില്ല. എന്നാൽ ഒരു വലിയ കഷ്ടത അവിടെ ഉണ്ടായി. എന്നാ കഷ്ടത എന്നറിയാമോ? ദൈവം അവനെ രാജസന്നിധിയിൽ നിന്നും തള്ളിക്കളഞ്ഞു. അവൻ ദൈവത്തിന്റെ വാക്കിന് വില കൊടുക്കാതെ മാനുഷിക വാക്കിന് വില കൊടുത്തു. എത്രയൊക്കെ സമൃദ്ധിയുണ്ടെങ്കിലും, എത്രയൊക്കെ നന്മയാണെങ്കിലും, ദൈവം പറയുന്നത് കേട്ട് ഞെരുക്കത്തിലൂടെ പോകുന്നവൻ അഭാഗ്യവാൻ. ദൈവത്തിന് വേണ്ടാത്ത ഒരു നന്മയും നിനക്ക് വേണ്ട. ദൈവത്തിന് വേണ്ടാത്ത ഒരു അനുഗ്രഹവും നിനക്ക് വേണ്ട. എന്നാൽ അവൻ നിസ്സാരമായിട്ടത് കണ്ടെങ്കിലും കുറച്ചു കഴിഞ്ഞ് ശോഭന പറഞ്ഞു, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കില്ല, നിന്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കരുത് എന്ന് യഹോവയോട് പറഞ്ഞു. നിന്നെ രാജസഭ. ഉടനെ ഇവൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തില്ല, അങ്ങനെയൊക്കെ ചെയ്തില്ലേ. അവസാനം ശോഭന പെട്ടെന്ന് നടന്നു പോകാൻ തുടങ്ങി. ശോഭന പറഞ്ഞു, നിന്റെ കൂടെ വരികയില്ല, നിന്റെ കൂടെ കഴിക്കുകയില്ല, ഇനിയുമായൊരു ബന്ധമില്ല. കാരണം ദൈവനോട് പറഞ്ഞു, റിഗ്രറ്റ് ചെയ്യാൻ മാത്രം നിനക്കൊരു അവസരം തരിക. ദൈവം തള്ളിയിരിക്കുന്നു. പക്ഷേ ആ മനുഷ്യൻ ചെയ്തത്, പോകല്ലേ എന്ന് പറഞ്ഞ് പുരോഹിതനായിരിക്കുന്ന ശോഭന്റെ പൗരോഹിത്യ വസ്ത്രം കയറി പിടിച്ചു. വസ്ത്രം കീറിപ്പോയി. അത് തയ്ച്ചിട്ടില്ലാത്തതാണല്ലോ. പൗരോഹിത്യ വസ്ത്രത്തിന്റെ വിഭാഗം വെളുപ്പടിച്ചിട്ടില്ല. അത് കീറിയ ഉടനെ ദൈവത്തിന്റെ അടുത്ത ശാപം. ഇതേ ഇത് ചെയ്തത് കൊണ്ട് ഇന്ന് തന്നെ യഹോവ നിന്നെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. എത്ര ദുഃഖകരമായ ഒരു വാർത്തയാണത്! എത്ര ദുഃഖകരമായ ഒരു വാർത്തയാണത്! യഹോവ ഇന്ന് തന്നെ നിന്നെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. നിന്റെ വസ്ത്രം കീറിയിരിക്കുന്നു. ദൈവത്തെ സേവിക്കുന്ന, സ്നേഹിക്കുന്ന, ആരാധിക്കുന്ന, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന, ദൈവത്തെ ഉയർത്തുന്ന ദൈവത്തിന്റെ പൈതലിനോട് പരിശുദ്ധാത്മാവിൽ പറയുന്നു, നിനക്ക് ദൈവത്തിന് ഇഷ്ടമില്ലാത്തൊന്നും വേണ്ട. ദൈവത്തിന് വിശുദ്ധമല്ലത് വിശുദ്ധമല്ലാത്തത് വേണ്ട. നിനക്ക് വേണ്ട, നമുക്ക് വേണ്ട, ഞങ്ങൾക്ക്. ഈ നല്ല പ്രഭാതത്തിൽ ഒരു അനുഗ്രഹിക്കപ്പെട്ട തീരുമാനമെടുക്കുക. ജീവിക്കുകയാണെ കർത്താവിന് വേണ്ടി ജീവിക്കും, മരിക്കുകയാണെ കർത്താവിന് വേണ്ടി മരിക്കും. കർത്താവെല്ലാം തന്നാൽ ആ നന്മ അനുഭവിക്കും. കർത്താവ് തന്നില്ലെങ്കിൽ സന്തോഷം, സ്തോത്രം പറയും. ഭക്തന്മാർ ജീവിച്ചതുപോലെ ജീവിക്കാൻ ശ്രമിക്കുക. നീ നിരാശപ്പെടേണ്ടി വരികയില്ല. May God bless you.